ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. എനിക്കൊരു ധാവണി ചെയ്യാൻ പോവാണ്. എൻ്റെ അമ്മ ഒരു സാരി മേടിച്ചിട്ടുണ്ട്, പിന്നെ ഒരു ബ്ലൗസ് പീസ് മേടിച്ചിട്ടുണ്ട്, പിന്നെ ഒരു ധാവണിക്ക് ഒരു ഷാളും കണ്ട് കേട്ടോ. സാരി വെച്ചാണ് നമ്മൾ പാവാട ചെയ്യുന്നത്. കളർ കോമ്പിനേഷൻ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് കൊള്ളാവോ? സ്കേർട്ടിന് 2 മീറ്ററും ബ്ലൗസിന് 1/2 മീറ്റർ ലൈനിങ്ങുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ലൈനിങ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ 1 ഇഞ്ച് നമ്മൾ ഫോൾഡിങ്ങിന് വിടുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അളന്ന് നോക്കുമ്പോൾ 22.5 നമ്മുടെ അളവ് മൊത്തം വേണ്ടത്. അതിൽ നിന്ന് നമ്മൾ വള്ളി ഇടാനുള്ള ആ ഒരു പീസ് വെക്കുന്നത് കുറയ്ക്കണം. അതായത് 21.5 നിന്നും നമ്മൾ ലൈനിങ് ആയതുകൊണ്ട് പിന്നെ 1 ഇഞ്ച് കുറയ്ക്കും. പിന്നെ നമുക്ക് തയ്യൽ തുമ്പിടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ ഇടും. അതായത് നമുക്കിപ്പം വരുന്ന അളവ് എന്ന് പറഞ്ഞാൽ 21. എടുക്കേണ്ട അളവ് 20.5 നമുക്ക് വേണ്ടത്. അതിൻ്റെ കൂടെ മുകളിൽ വെച്ച 1/2 ഇഞ്ച് എക്സ്ട്രായും അതുപോലെ താഴെ മടക്കി അടിക്കാൻ വെച്ചിട്ടുള്ള 1 ഇഞ്ചും കൂടെ കൂട്ടി 1.5 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഇടണം. ബോർഡർ സൈഡ് ആയതുകൊണ്ട് നമുക്ക് താഴെ അധികം മടക്കി അടിക്കാനൊന്നുമില്ല. മുകളിലെ മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ 21.5 1/2 ഇഞ്ച് നമ്മൾ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ടും എടുത്തിട്ടുണ്ട്. വള്ളി ഇടാനുള്ള പീസാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ 1 ഇഞ്ചാണ് മെഷർമെൻറ്റ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ 2 ഇഞ്ചും കൂട്ടത്തിലും മുകളിലും താഴെയും ഫോൾഡിങ് വരുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് വെച്ചിട്ടും എടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ടോട്ടൽ 3 ഇഞ്ച്. സ്കേർട്ടിൻ്റെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ 2 സൈഡിലും ഓരോ ഇഞ്ച് വെച്ചിട്ട് നമ്മൾ ഫോൾഡിങ്ങിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. 21 ഇഞ്ച് വേസ്റ്റിൻ്റെ കൂടെ 7 ഇഞ്ച് ലൂസ്, പിന്നെ ഒരു 2 ഇഞ്ച് ഫോൾഡിങ്ങിന് 2 സൈഡിലുമാണ്. ബ്ലൗസിൻ്റെ നീളം 12.5, താഴെയും മുകളിലും 1/2 ഇഞ്ച് എക്സ്ട്രാ വിട്ടിട്ടുണ്ട്. അങ്ങനെ ഫ്രണ്ടും ബേക്കും കട്ട് ചെയ്ത് റെഡി ആയിരിക്കുകയാണ്. ാണ് നമുക്ക് സ്ലീവിൻ്റെ നീളം, കൂട്ടത്തിൽ 1 ഇഞ്ച് എക്സ്ട്രാ. 4/1 ചെസ്റ്റാണ് നമ്മളുടെ സ്ലീവിൻ്റെ വിഡ്ത്ത് വരുന്നത്. അത് നമുക്ക് 5.5 ഉള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു 4 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. നമുക്ക് പഫ് സ്ലീവാണ് നമ്മൾ ചെയ്യുന്നത്. സ്ലീവിന് ചെറിയൊരു പൈപ്പിങ്ങിന് വേണ്ടിയിട്ട് 1.5 ഇഞ്ചിൻ്റെ ഒരു ചെറിയൊരു പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഷോളിന് പൈപ്പിംഗ് വെക്കാൻ വേണ്ടിയിട്ട് 1 ഇഞ്ചിൻ്റെ ഒരു വലിയ പീസ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മളുടെ ഫൈനൽ റിസൾട്ട് വരേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ലേസ് എടുത്തിട്ടുണ്ട്. ഒരു 1 ഇഞ്ചിൻ്റെ ഗോൾഡൻ ലേസ് ആണ്. എത്ര നീളത്തിലാണോ നമുക്ക് ഷോള് വേണ്ടേ അതിന് കണക്കായിട്ട് നമ്മൾ വലിയ ഷോൾ മുറിച്ച് ചെറുതാക്കുക. അത് കഴിഞ്ഞിട്ട് സൈഡ് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ലേസ് വെച്ച് കൊടുക്കാം. ഷാളിൻ്റെ സൈഡ് എപ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പം ആ ഒരു ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കണം. അവിടെയാണ് നമ്മളുടെ ഫിനിഷിംഗ് ഉള്ളത്. ഒരു കാലും ഒരു പോയിന്റും വെച്ചിട്ട് നമ്മളിതാ ഈ സൈഡിൽ ഒരു സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ ഇതേ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് വെച്ചിട്ട് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കും. വയലറ്റ് പീസും കൂടെ നമുക്കിനി അതിലോട്ട് ജോയിൻ ചെയ്തിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഷോൾ റെഡി ആയിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? മുമ്പ് ചെയ്തിട്ടുള്ളത് കൊണ്ട് സ്കേർട്ടിൻ്റെ വീഡിയോ ഞാൻ അധികം എടുത്തിട്ടില്ല.
താഴെ വെക്കുന്ന ലൈനിങ് മാറ്റി പാവാടയുടെ തുണി വെച്ചിട്ടുണ്ട്. നമ്മൾ പ്ലീറ്റ്സ് ഇടുന്നത് താഴെ നല്ല 1 ഇഞ്ച് മേലെ വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ വെച്ച് ചെയ്യുമ്പം നമുക്കത് പുറത്തേക്ക് കാണും. വിടർന്ന് നിൽക്കുമ്പം പുറത്തേക്ക് കാണുന്നത് ഉള്ളി വെക്കുന്ന പീസായതുകൊണ്ട് അത് നല്ല പീസ് നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ഷാളിന് വെച്ച പോലെ തന്നെ പാവാടയുടെ ഒരു പൈപ്പിങ്ങും കൂടെ ഇതിന് വെക്കുന്നുണ്ട്. ഷാളിന് വെച്ച ലേസ് തന്നെ ഹാഫ് ആക്കിയിട്ട് സ്കേർട്ടിൻ്റെ ബോർഡറിന് വെച്ചിട്ടുണ്ട്.